ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്, വെൽക്കം ടു ഓൾ. ഇന്ന് ലൈഫ് സ്കില്ലിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കോപ്പിംഗ് വിത്ത് ഇമോഷൻസ് ആൻഡ് എംപതി. ഈ രണ്ട് വാക്കുകളും വളരെ സുപരിചിതമാണ് നമുക്ക് ഏവർക്കും. എന്താണ് ഇമോഷൻസ്? ഏതൊക്കെയാണ് നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത്? ഇമോഷൻസ് ആങ്കർ ആവാം, ഫിയർ ആവാം, ജോയ് ആയിരിക്കാം, സാഡ്നെസ് ആയിരിക്കാം, ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കാം. ഇതെല്ലാം നമ്മുടെ ഇമോഷൻസിൽ ഉൾപ്പെടുന്നതാണ്. എന്താണ് കോപ്പിംഗ് വിത്ത് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇമോഷൻസിൻ്റെ ഒരു നിർവചനം? ഇമോഷൻ ഈസ് ദ കോംപ്ലെക്സ് സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് ആൻഡ് ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആസ് ഇൻട്രാക്റ്റിംഗ് വിത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. നമ്മുടെ മനസ്സിനെല്ലാം സ്വാധീനിക്കുന്ന, ഇൻറ്റേർണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും സ്വാധീനിക്കുന്നതായിട്ടുള്ള ചില സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമോഷൻസിനെ ഒരു നിർവചനം പറയുന്നത് ഇമോഷൻസ് ഇസ് ദ കോംപ്ലെക്സ് സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ്, ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആസ് ഇൻട്രാക്റ്റിംഗ് വിത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതായ ചില സംഭവങ്ങളോ വാക്കുകളോ അല്ലെങ്കിൽ ചിലതൊക്കെ ആയിരിക്കാം നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇമോഷൻസ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണ് ഇമോഷൻസ് ഉള്ളത്. ദർ ആർ ടു ടൈപ്പ് ഓഫ് ഇമോഷൻസ്. ടു ടൈപ്സ് ഓഫ് കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്. ഫസ്റ്റ് വൺ, പ്രോബ്ലം ഫോക്കസ്ഡ്. ഒന്നാമത് പറയുന്നത് പ്രോബ്ലം ഫോക്കസ്ഡ്. രണ്ടാമത്തത് ഇമോഷണൽ ഫോക്കസ്ഡ്. ദർ ആർ ടു ടൈപ്പ് ഓഫ് ഇമോഷൻസ്, പ്രോബ്ലം ഫോക്കസ്ഡ് ആൻഡ് ഇമോഷണൽ ഫോക്കസ്ഡ്. എന്താണ് പ്രോബ്ലം ഫോക്കസ്ഡ് എന്ന് വെച്ചാൽ? പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് വിത്ത് സ്ട്രാറ്റജീസ്. അതിലുൾപ്പെടുന്നതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. രണ്ട് തരത്തിലുള്ള ഇമോഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്ന് പ്രോബ്ലം ബേസ് ചെയ്തിട്ടുള്ള ഇമോഷൻസുകൾ ഉണ്ടാവാം, മറ്റൊന്ന് ഇമോഷണൽ ആയിട്ടുള്ള ഫോക്കസുകളും ഉണ്ടായിരിക്കാം. അപ്പോൾ ടു ടൈപ്സ് ഓഫ് കോപ്പിംഗ് വിത്ത് ഇമോഷൻ, പ്രോബ്ലം ഫോക്കസ്ഡ് ആൻഡ് ഇമോഷണൽ ഫോക്കസ്ഡ്. പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആക്റ്റീവ്ലി ട്രൈ ടു റിമൂവ് ദി വർക്ക്. സെക്കൻഡ് പോയിന്റ്, തിങ്സ് അബൌട്ട് how to manage stressor. Third point, 6, advice, assistance and information. Puts other activities. Waits to act until the appropriate time. ഇതാണ് പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. എന്നാൽ ഇമോഷണൽ ഫോക്കസ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഇമോഷണൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട് ആവാം. സെക്കൻഡ് പോയിന്റ്, വെൻറ്റിംഗ് ആയിരിക്കാം. തേർഡ് പോയിന്റ്, പോസിറ്റീവ് റീ ഇൻ്റർപ്രിട്ടേഷൻ. നെക്സ്റ്റ്, മെൻ്റൽ ഡിസ്എൻഗേജ്മെൻറ്റ്. ദീസ് പോയിന്റ്സ് ആർ ഇൻക്ലൂഡിംഗ് ഓഫ് ദി ഇമോഷണൽ ഫോക്കസ്ഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. അപ്പോൾ എന്താണ്? ടു ടൈപ്പ് ഓഫ് ഇമോഷണൽ സ്ട്രാറ്റജീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിലൊന്നാമത്തെ ഏതാണ്? പ്രോബ്ലത്തെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലം ഫോക്കസ്ഡ് ആയിരിക്കാം. അതിൽ ആക്ച്വലി ട്രൈ ടു റിമൂവ് വർക്ക്. അവിടെ നമുക്ക് പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഒരു പക്ഷേ നമ്മുടെ ജോലി സംബന്ധമായിരിക്കാം. തിങ്സ് അബൌട്ട് ഹൗ ടു മാനേജ് സ്ട്രെസ്. എങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് മാറാം. മൂന്നാമത് പറയുന്നത് 6, അഡ്വൈസ്, അസിസ്റ്റൻസ് ആൻഡ് ഇൻഫോർമേഷൻ. പുട്സ് അതർ ആക്ടിവിറ്റീസ്. വെയിറ്റ്സ് ടു ആക്ട് അൺടിൽ ദ സ്ട്രാറ്റജീസ് ഓർ അപ്രോപ്രിയേറ്റ് ടൈം. ദീസ് പോയിന്റ്സ് ആർ ഇൻക്ലൂഡിംഗ് ഓഫ് ദി പ്രോബ്ലം ഫോക്കസ്ഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ഇമോഷണൽ ഫോക്കസ്ഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ്. First one is the emotional social support. What do you mean emotional social support? Seeks encouragement, social symptoms and
understanding from others. These points including of the emotional and the social supports. Next point is venting. What do you mean venting? Venting is the talks about distressing feelings. Distressing feelings is the venting. Next, positive reinterpretation. What do you mean positive reinterpretation? Reinterpretation the situation a positive way or challenge. Next, behavioral disengagement. Reduce efforts to deal with the stress. നമ്മൾ അനുഭവിക്കുന്ന ബിഹേവിയറൽ സ്ട്രെസ് അതൊരു ഇമോഷണൽ ഫോക്കസ്ഡ് ആണ്. നെക്സ്റ്റ്, മെന്റൽ ഡിസെൻഗേജ്മെന്റ്. These points are including of the emotional focused coping strategies. ഇപ്പോൾ ഇമോഷൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, ഏതൊക്കെ തരത്തിലുള്ള ഇമോഷൻ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് there are 5 elements of emotions. നമുക്ക് ഈ ഇമോഷൻ്റെ 5 എലമെൻസുകളെ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, cognitive appraisal. Use mean evaluative. Second point, bodily symptoms means psychological. Third point, motivational. Motivational means action tendencies. Next, facial and vocal. This expression and feelings. These are the 5 elements of the emotion. അപ്പോൾ ഇമോഷൻ ഡിഫൈൻ ചെയ്തു. 2 തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് പോസിറ്റീവ് ആവാം, അതേപോലെ തന്നെ ഇമോഷണൽ ആവാം. 5 തരത്തിലുള്ള എലമെൻസുകളെ പരിചയപ്പെട്ടു. കൊഗ്നേറ്റീവ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ അത് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കാം. ബോഡിലി സിംറ്റംസ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്, സൈക്കോളജിക്കൽ ആയിരിക്കാം. ആക്ഷൻ ടെൻഡൻസി എന്ന് പറയുന്നത് മോട്ടിവേഷണൽ ആയിരിക്കാം. എക്സ്പ്രസിങ് എന്ന് പറയുന്നത് ഫേഷ്യൽ ആയിരിക്കാം അല്ലെങ്കിൽ വോക്കൽ ആയിരിക്കാം. These points are including of the 5 elements of the coping with the emotions. അതുമാത്രമല്ല, emotions play a vital role in mental process. First one, mental disorders and its treatment. Psychological and neurological process. Meaning of sounds, human culture, tradition, production, distribution of goods, philosophy of music and other art form, etc. These bonds though emotional play a vital role in mental process. അപ്പോൾ ഇമോഷണൽ പ്ലേ വൈറ്റൽ റോൾ മെന്റൽ പ്രോസസ്സിൽ ഉൾപ്പെടുന്ന ചില പോയിന്റ്സുകളെ നമുക്ക് പരിചയപ്പെടാം. ഒന്ന്, മെന്റൽ ഡിസോർഡേഴ്സ് ആൻഡ് ഇറ്റ്സ് ട്രീറ്റ്മെന്റ്. ഇമോഷണലായിട്ടുണ്ടാകുന്ന വ്യതിയാനങ്ങളായിരിക്കാം ഒരു മെന്റൽ ഡിസോർഡേഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റിലേക്ക് വിധേയമാകുന്നത്. Psychological and neurological process is the another elements or emotions play. Next, the learning and human culture, tradition, analysis, communication, production, computation, consumption and distribution of goods. This the philosophy of music and other art form. ഇത് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള പ്ലേ വൈറ്റൽ റോളിൻ്റെ മറ്റു ഭാഗങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇമോഷൻസ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻസിൽ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ? ഈസ് ദി കോംപ്ലെക്സ് സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ് ഓഫ് എ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൻഡ് ഇൻട്രാക്ടിങ് വിത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ്. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതായിട്ടുള്ള സൈക്കോളജിക്കൽ എഫക്റ്റുകളായിരിക്കാം ഇമോഷൻസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയായിരിക്കാം? നേച്ചർ ഇമോഷൻസ് ആൻഡ് കാറ്റഗറീസ്. ഫസ്റ്റ് വൺ ഈസ് ദ ആങ്കർ ആയിരിക്കാം, ഫിയർ ആയിരിക്കാം, പ്രൈഡ് ആയിരിക്കാം, നെക്സ്റ്റ് ലവ് ആയിരിക്കാം. അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആങ്കറി ആയിരിക്കാം, ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കാം. ദീസ് പോയിന്റ്സ് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു, ഇമോഷൻസ് എന്ന് പറയുന്ന അവസ്ഥയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്. കോപ്പിംഗ് വിത്ത് ഇമോഷൻസിൽ ഡിഫൈൻ ചെയ്യുന്നു. അതുപോലെ തന്നെ ദർ ആർ 2 ടൈപ്പ് ഓഫ് ഇമോഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ 5 എലമെൻസുകളെ കുറിച്ച് പഠിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇമോഷൻസ് എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ടോപ്പിക്, empathy. What do you mean empathy? Empathy is the capacity to recognize emotions that are being experienced by another. എന്ന് വെച്ചാൽ എന്താണ്? മറ്റൊരാളുടെ അല്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഇമോഷൻസ് തൻ്റേതാണെന്ന് ചിന്തിക്കുന്നതാണ് എംപതി എന്ന് പറയുന്നത്.
മറ്റുള്ളവർ അനുഭവിക്കുന്ന ആ ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് അത് എംപതി, നമ്മുടെ ഉള്ളിൽ എംപതി ഉണ്ടാവുക. ദ ടേം എംപതി ഈസ് ഡെറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് റൂട്ടായ എംപതിയ എന്ന വാക്കിൽ നിന്നാണ് എംപതി എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ എംപതി ഈസ് ദി കപ്പാസിറ്റി ടു റെക്കഗ്നൈസ് ഇമോഷൻസ് ദാറ്റ് ആർ ബീങ് എക്സ്പീരിയൻസ്ഡ് ബൈ അനദർ. മറ്റൊരാൾ അനുഭവിക്കുന്ന ഇമോഷൻസ് നമ്മുടേതാണെന്ന് ചിന്തിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടേതായി മാറുമ്പോഴാണ് അതെന്തായി മാറുന്നത്, എംപതി ആയിട്ട് മാറുന്നത്. നമുക്ക് എംപതിയിൽ ഉൾപ്പെടുന്നത് എന്തെല്ലാമെന്ന് നോക്കാം. എംപതി വാസ് ഫീലിങ്സ് റെസ്പോണ്ടിങ് ആൻഡ് അബ്സോർബിങ്. Responding to the others' emotions can be caring, helping, reflection or changing. These points are including of the empathy. Empathy involve ചെയ്യുന്ന ചില പോയിന്റുകളാണ്. ഒന്ന്, അതർ ഇമോഷൻസ്, മറ്റുള്ളവരുടെ ഇമോഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ആ ഇമോഷൻസ് നമ്മുടേതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകുന്നു, ഒരു വ്യക്തിയോട് എംപതി തോന്നും. എംപതി ഈസ് എ ക്വാളിറ്റി ഓഫ് എംപതിക് ഇൻട്രാക്ഷൻ ഈസ് എ ലൈഫ് സ്കിൽ. നമ്മുടെ ലൈഫ് സ്കില്ലൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒന്നാണ് എംപതി എന്ന് പറയുന്നത്. എംപതി മീൻസ് എന്താണ്, റെസ്പോണ്ടിങ് ആൻഡ് അബ്സോർബിങ്. റെസ്പോണ്ടിങ് ടു ദി അതേഴ്സ് ഇമോഷൻസ് ക്യാൻ ബി, മാത്രമല്ല ഹെൽപ്പിംഗ് ആയിരിക്കാം, റിഫ്ലക്ഷൻ ഓഫ് ചേഞ്ചിങ്. These points are including of the empathy. Since empathy is the basis of living of skill, meaning in relationship with the others, has to taught. നമ്മളത് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഫിലിമിൽ നിന്നാവാം, ഫോട്ടോഗ്രാഫിയിൽ നിന്നാവാം, മറ്റ് ആനുകാലികമായ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് അനുഭവിക്കുന്നവരിൽ നിന്നൊക്കെ ആയിരിക്കാം നമ്മളിലേക്ക് ഒരു എംപതി കടന്നു വരുന്നത്. അപ്പോൾ ഇന്ന് 2 ടോപ്പിക്കാണ് നമ്മൾ മനസ്സിലാക്കിയത്. കോപ്പിംഗ് വിത്ത് ഇമോഷൻസും നെക്സ്റ്റ് എന്ന് പറയുന്നത് എംപതി. എംപതിയുടെ ഒരു ഡെഫിനിഷൻ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എംപതി ഈസ് ദി കപ്പാസിറ്റി ടു റെക്കഗ്നൈസ് ഇമോഷൻസ് ദാറ്റ് ആർ ബീയിങ് എക്സ്പീരിയൻസ്ഡ് ബൈ അനദർ. അതേപോലെ തന്നെ എംപതി എന്നുള്ള ഒരു വാക്കിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡായ എംപതിയ. എംപതിയയിൽ നിന്നാണ് ഏത് രൂപം കൊണ്ടിരിക്കുന്നത്, എംപതി എന്ന് പറയുന്ന വാക്ക് ഒറിജിൻ ചെയ്തിരിക്കുന്നത്. ഐഡന്റിഫൈ ദി അതേഴ്സ് പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നിരിക്കുന്നത്. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവ്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ നമ്മുടേതാണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അവിടെ എന്ത് രൂപം കൊള്ളുന്നത്, എംപതി എന്ന വാക്കിനെ അർത്ഥവത്താകുന്നത്. അപ്പോൾ എംപതി ആൻഡ് കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, ദീസ് 2 points are including of the topic. ഇന്ന് നമ്മുടെ ലൈഫ് സ്കില്ല് 2 ടോപ്പിക്കുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന് കോപ്പിംഗ് വിത്ത് ഇമോഷൻസും മറ്റൊന്ന് എംപതി. എംപതി എന്ന് പറയുമ്പോൾ എംപതിയുടെ ഡെഫിനിഷൻ പഠിക്കുക, എന്തൊക്കെയാണ് എംപതി എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കോപ്പിംഗ് വിത്ത് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുമാത്രമല്ല 2 തരത്തിൽ നമ്മുടെ ഇമോഷൻസിനെ മാറ്റുന്നുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് പ്രോബ്ലം ഫോക്കസ് ചെയ്യുന്നതും മറ്റൊന്ന് ഇമോഷണൽ ഫോക്കസുമാണ്. അതേപോലെ തന്നെ 5 എലമെൻസുകൾ ഏതിൽ ഉൾപ്പെടുന്നുണ്ട്, നമ്മുടെ ഇമോഷൻസിൽ ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ഇമോഷൻസിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതേപോലെ തന്നെ പ്രോബ്ലം ഫോക്കസ് ചെയ്യുമ്പോൾ അതിൽ വരുന്നതായിട്ടുള്ള പോയിന്റ്സുകളുണ്ട്. ഇത്രയും പോയിന്റ്സുകളെ മനസ്സിലാക്കുകയാണ് ഏതിലൂടെ ചെയ്യുന്നത്, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് എംപതി. ഈ 2 ടോപ്പിക്കുകളും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.